ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു കർത്താവിൻ്റെ ഈ പ്രത്യേക സമയത്ത് കർത്താവ് വഹിച്ച പങ്കപ്പാടുകൾ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് നമ്മൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചതുപോലെ നമ്മുടെ ജീവിതം വിശുദ്ധമായി ജീവിച്ചു മുന്നേറുവാൻ ഈ വചനത്താൽ നമ്മൾക്ക് ദൈവം കൃപ തരട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 57 മുതൽ വായിക്കുമ്പോൾ യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്ന് ചൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതൻ്റെ അരവനയോളം പിരിഞ്ഞെന്നു അകത്ത് കിടന്നു. അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടി ഇരുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ 2 പേർ വന്നു. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞുവെന്ന് ബോധിപ്പിച്ചു. മഹാപുരോഹിതൻ എഴുന്നേറ്റവനോട്, നീ ഒരുത്തരവും പറയുന്നില്ലയോ? ഇവർ നിൻ്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിനവൻ, മരണയോഗ്യൻ എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തായിരുന്നു. അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു. അവിടെയുള്ളവരോട്, ഇവനും നസറേയനായ യേശുവിനോട് കൂടെയിരുന്നുവെന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്നു. പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഒരുവൻ, സത്യം, നിൻ്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറെ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അവിടെയാണ് പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ കരഞ്ഞ് അനുതപിച്ച പത്രോസ് അവനോട് പറഞ്ഞതാണ്, നീ പത്രോസ് വളരെ വീരവാദമൊക്കെ മുഴക്കിയതാണ്. ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. കർത്താവിനോട് പറഞ്ഞു, നീ ഇവനെ തള്ളിപ്പറയും. ഇന്ന് കോഴി 3 പ്രാവശ്യം പോവും മുമ്പേ കൃത്യമായി 3 പ്രാവശ്യം അവൻ തള്ളിപ്പറയുകയാണ്. നമ്മൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ, കർത്താവ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ തള്ളിപ്പറയുന്നവരാണെങ്കിൽ, വിശുദ്ധ പത്രോസിനെ പോലെ ദുഃഖത്തോടെ കരഞ്ഞ് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച് അവൻ നമ്മളെ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളിൽ കൂട്ടും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപശക്തി വ്യാപരിക്കണം. കർത്താവായ യേശു കർത്താവിൻ്റെ ഈ പ്രത്യേക സമയത്ത് ദൈവീക സാന്നിധ്യം ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ ചെയ്ത് എല്ലാവരുടെയും ഭവനങ്ങളെ, വ്യക്തികളെ ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. കൃപയിൽ പൊതിഞ്ഞുകൊള്ളണം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.